ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നോമ്പ് പല രീതിയിലും നമ്മെ സ്പർശിക്കുന്നു. ചിലർക്ക് ധ്യാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിനങ്ങളാണ്. മറ്റു ചിലർക്ക് സമർപ്പണത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും ദിനങ്ങളാണ് നോമ്പ്. നോമ്പ് നോക്കാനുള്ളതല്ല, പിന്നെയോ അത് ആചരിക്കാനുള്ളതാണ്. ആചാരം ആഘോഷമാക്കണം, ആഘോഷം ജീവൻ നൽകുന്നതാകണം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ സ്മരിക്കുന്നതിനൊപ്പം ക്രൂശിൻ്റെ ധ്യാനം കൂടിയാകണം നോമ്പ്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിലേക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന വേദഭാഗമാണ് ഈ വാക്യത്തിന്റെ തുടക്കം. തന്റെ പീഡാനുഭവത്തിന്റെ വേദനയും ഓർത്തുകൊണ്ടായിരിക്കാം അവൻ ഒലിവുമലയിലേക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയത്. ജീവിതത്തിൽ വേദനയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. ഈ നോമ്പ് കാലത്ത് മാത്രമല്ല പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കേണ്ടത്, പിന്നെയോ ജീവിതത്തിൽ ഉടനീളം ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. അതാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്നുള്ള വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ പടകിൽ കാറ്റിനാൽ വലയുമ്പോൾ കടന്നു വരുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രയാസത്തിൻ്റെയും വേദനയുടെയും നടുവിൽ നമ്മെ ഒറ്റപ്പെടുത്തിയിട്ട് മടങ്ങിപ്പോകുന്ന കർത്താവല്ല, പിന്നെയോ പ്രയാസത്തിൻ്റെയും വേദനയുടെയും നടുവിൽ, ജീവിതത്തിൻ്റെ നെടുവീർപ്പുകളുടെയും നടുവിൽ കടന്നു വന്ന് നമ്മോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന കർത്താവിനെയാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ ആയിത്തീർന്നവർ ആയിരിക്കാം. എന്നാൽ അതിൻ്റെ ഒക്കെ നടുവിൽ കർത്താവിനോട് വേദനപ്പെട്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ഒറ്റപ്പെടുത്തി ഉപേക്ഷിച്ച് കളയുന്നവനല്ല കർത്താവ്, പിന്നെയോ നമ്മോട് ചേർന്ന് സഞ്ചരിക്കുന്നവനാണ്. പിന്നീടുള്ള വേദഭാഗങ്ങൾ ശിഷ്യന്മാർ ഭൂതം എന്ന് കരുതി അവിടെ ഭയപ്പെടുകയാണ്. ജീവിതത്തിൽ പലപ്പോഴും ഭയപ്പാടിൻ്റെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നാം പലപ്പോഴും ധൈര്യമില്ലാതെ പ്രയാസത്തിൽ ആയിത്തീരുന്ന അവസരങ്ങളിൽ കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധ്യമായി തീരണം. അല്പവിശ്വാസികളായി തീരാതെ അധിക വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും അതാണ്. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, അല്പവിശ്വാസികളായി തീരാതെ അധികത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം എന്ന്. ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നാം ആയിത്തീരുമ്പോൾ ആ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ വേദനയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അതിനെ നേരിടാൻ ശക്തി പകരുവാനും ആ കർത്താവിന് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവിടെ ധൈര്യപ്പെട്ട് വിശ്വാസത്തിൽ അനിശ്ചിതമായി മുന്നേറുവാൻ നമുക്ക് സാധ്യമായി തീരണം. കർത്താവിനെ അവരുടെ അനുഭവങ്ങളിലൂടെ ഈ ലോകത്തോട് തന്നെ ശിഷ്യന്മാർ സാക്ഷിക്കുകയാണ്, ഇവൻ ദൈവപുത്രൻ ആണെന്ന്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നും നാം വീണ്ടെടുത്ത് മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവിനെ ദൈവപുത്രൻ എന്ന് സാക്ഷിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രകൃതിയെയും കാറ്റിനെയും കടലിനെയും ഒക്കെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനായ കർത്താവിന് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. ആ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ ഈ നോമ്പക്കാലത്തിലെ ധ്യാനങ്ങളിൽ കൂടെ നമുക്ക് സാധിക്കണം. അങ്ങനെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിച്ച് അടിയുറച്ചു മുന്നേറുവാൻ ഈ നോമ്പ് ധ്യാനത്തിലൂടെ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.